നമുക്ക് ഈ സിമ്പിളായിട്ട് ഈ ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് മൂസിൻ്റെ 100% അക്രിലിക്കാണ്. 3 mm ഹുക്കാണ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്കൊരു സിസേഴ്സും വേണം, ഒരു നീഡിലും വേണം. ഇത്രയുമാണ് വേണ്ടത്. ഫസ്റ്റ് തന്നെ മാജിക് റിങ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ 2 ഫിംഗറിൽ യാൺ ഇതേപോലെ ഒരു എക്സ് ഫോമിൽ ചുറ്റാം. എന്നിട്ട് ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് യാൺ ഇതേപോലെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഇങ്ങനെയാണ് മാജിക് റിങ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ചെയിൻ ചെയ്യണം. ചെയിൻ ചെയ്യാനായിട്ട് ഹുക്ക് ഇതേപോലെ യാണിൽ ചുറ്റിയിട്ട് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇപ്പോൾ ചെയിൻ ആയി, ഒരു ചെയിനായി. നമുക്കിനിയും 2 ചെയിൻ കൂടി ചെയ്യണം. 3 ചെയിനായി. നമുക്കിനി ട്രിപ്പിൾ ക്രൂഷ്യയാണ് ചെയ്യാനുള്ളത്. ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട് ഹുക്ക് യാണിൽ ഇതേപോലെ 2 തവണ ചുറ്റാം. എന്നിട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് യാണിൽ ചുറ്റി പിന്നെയും ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് 4 ലൂപ്പുണ്ട് ഹുക്കിൽ. ഇനി നമുക്ക് യാൺ ഇതേപോലെ ചുറ്റിയിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. പിന്നെ യാൺ ചുറ്റിയിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഇനി നമുക്ക് ബാക്കി 2 ലൂപ്പുണ്ട്. പിന്നെ യാൺ ചുറ്റിയിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട്. ഇതേപോലെ നമ്മൾ 3 ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യണം. അപ്പോൾ യാൺ 2 തവണ ചുറ്റി ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഞാൻ പിന്നെയും ചുറ്റി പുറത്തേക്ക് എടുത്ത്, ഇനി ഞാൻ ചുറ്റിയിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്ത് പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അവസാനം 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത്. ഇനി ഇതേപോലെ തന്നെ ഒരു തവണയും കൂടി ചെയ്യണം. ഇപ്പോൾ നമ്മൾ 3 ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്തു. ഇനി നമുക്ക് 3 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഡബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട് ഞാൻ ഒരു തവണ ചുറ്റുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഞാൻ ഇതേപോലെ പിന്നെയും ചുറ്റി പുറത്തേക്ക് എടുത്ത്, ഇനി നമുക്ക് 3 ലൂപ്പുണ്ട് ഹുക്കിൽ. ഞാൻ ചുറ്റിയിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. നമുക്ക് 2 ലൂപ്പ് ഇനിയും ഉണ്ട്. അതേപോലെ ഞാൻ ചുറ്റിയിട്ട് 2 ലൂപ്പിൽ കൂടെ എടുക്കാം. ഇങ്ങനെയാണ് ഡബിൾ ക്രൂഷ്യ ചെയ്യണത്. ഇതേപോലെ തന്നെ നമ്മൾ 2 ഡബിൾ ക്രൂഷ്യയും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യണം. ചെയിൻ ചെയ്യാനായിട്ട് ഇതേപോലെ ഞാനിതേപോലെ ചുറ്റി ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ട്രിപ്പിൾ ക്രൂഷ്യ ഇനി ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രൂഷ്യ ആദ്യം ചെയ്തതുപോലെ തന്നെ 2 തവണ ചുറ്റി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പിന്നെയും ചെയ്ത് ഇതേപോലെ ചെയ്യും. നമ്മളൊരു ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്ത്. ഇനി നമ്മൾ പിന്നെയും ഒരു ചെയിൻ ചെയ്യും. നമ്മുടെ ഹേർട്ടിൻ്റെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗമില്ലേ, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെയിൻ 1 ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്തത്. ഇനി നമ്മൾ ഈ ചെയ്ത പാറ്റേൺ നേരെ തിരിച്ച് ഇതേപോലെ തന്നെ ചെയ്യാം. 3 ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് 3 ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യാം. അപ്പം നമുക്ക് ചെയ്യാം. നമ്മൾ 3 ഡബിൾ ക്രൂഷ്യ ചെയ്ത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിനി 3 ട്രിപ്പിൾ ക്രൂഷ്യയും കൂടി ചെയ്യണം. ഞാൻ 2 തവണ ചുറ്റണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യാം.
നമ്മൾ 3 ട്രിപ്പിൾ ക്രൂഷ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യാം. 3 ചെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് കയറ്റിയിട്ട് ഞാനതേപോലെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമുക്ക് ഈ ബാക്കിലുള്ള യാണില്ലേ, ഈ ഒരു യാൺ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം വലിച്ചു കൊടുക്കാം. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ഇനി നമുക്ക് ഞാൻ കട്ട് ചെയ്യാം. ഇനി ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഹാർട്ട് ഇവിടെ സെറ്റായി. ഇനി ബാക്കി വന്ന യാൺ നമുക്ക് വീവിങ് ചെയ്ത് വെക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലേ? ബിഗിനേഴ്സിനൊക്കെ വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എളുപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വർക്ക് കൂടി കാണിച്ചു തരാം. ഇതാണ് ആ വർക്ക്. ഇതൊരു കസ്റ്റമറുടേതായിരുന്നേ. ഇത് നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബൊക്കെയാണ്. ഇതൊരു ബൊക്കെ മാത്രമല്ല, നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഒരു കുഞ്ഞു ഡോളും കൂടിയാണ്. നല്ല ഭംഗിയിലേക്കാണ്. ഇത് അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു ബൊക്കെയായിരുന്നു. ബട്ട് ഇത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.